ചാനൽ ദിയ വ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വയനാട് ജില്ലാ കവാടമായ ലക്കിടിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രേതത്തെ കെട്ടിയ ചെങ്ങലമരത്തിന്റെ വിശേഷങ്ങളിലാക്കാണ്. എന്നാൽ നേരെ വിട്ടെടുക്കാം. കരിന്തണ്ടൻ കഥയോ കടം കഥയോ? വിശ്വാസങ്ങൾ ചിലത് അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാം. എന്നാൽ അന്ധവിശ്വാസങ്ങളെ അനുഭവങ്ങളിലൂടെ വിശ്വാസമാക്കിയവരും നമുക്കിടയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. കഥകളിലൂടെയും കെട്ടുകഥകളിലൂടെയും കരുത്തും കാതലായ വിശ്വാസവുമായി 250 പരം വർഷത്തെ പഴമയും പേറി ചുരം കയറി വരുന്ന സഞ്ചാരികൾക്ക് ആകാംക്ഷയും അത്ഭുതവും നൽകി വയനാട് ജില്ലാ കവാടമായ ലക്കിടിയിൽ കഥയുടെയും കടങ്കഥകളുടെയും കണ്ണികൾ കോർത്ത ചങ്ങലമരം ചെയിൻ ട്രീ തല ഉയർത്തി നിൽക്കുന്നു. ചുരത്തിന് താഴെ അടിവാരത്തിനടുത്ത ചിപ്പിലിത്തോട് എന്ന ഗ്രാമത്തിൽ താമസിച്ചിരുന്ന പണിയ ഗോത്രമൂപ്പനായ കാരിരുമ്പിൻ്റെ കരുത്തും ശക്തിയും കാടിൻ്റെ സ്പന്ദനവുമറിയുന്ന കരിന്തണ്ടൻ എന്ന വ്യക്തിയുടെ ആത്മാവിനെ ചങ്ങലയിൽ ബന്ധിച്ച് ആ മരത്തിൽ തളച്ചിട്ടതാണെന്ന് പറയപ്പെടുന്നു. വിദേശാധിപത്യത്തിന് കീഴിൽ നടന്ന ചതിയുടെയും വഞ്ചനയുടെയും ക്രൂര വിനോദത്തിൻ്റെ രക്തസാക്ഷി കൂടിയായ കരിന്തണ്ടൻ എന്ന കാട്ടുവാസിയായ യുവാവിൻ്റെ അടങ്ങാത്ത പകയുടെയും പ്രതികാരത്തിൻ്റെയും കൂടി കഥ പറയേണ്ടി വരും. മരച്ചില്ലകളിൽ കെട്ടിയ കളിത്തൊട്ടിൽ പോലെ സ്നേഹവള്ളിയായി മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന കരുത്തിൻ്റെ പ്രതീകമായ കരിന്തണ്ടൻ്റെ ആത്മാവിനെ ബന്ധിപ്പിച്ച ആ ചങ്ങല ഒരു നടുക്കുന്ന ഓർമ്മയാണ്. കാലം കാത്തുവെച്ച കാണാ കാഴ്ചയായി ഇപ്പോഴും ലക്കിടിയിൽ നമുക്ക് കാണാം. ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് മലബാറിൽ നിന്നും മൈസൂരിലേക്ക് പോകാൻ വേണ്ടി വഴികൾ തേടിയുള്ള വെള്ളക്കാരുടെ അലച്ചിൽ ചെന്നെത്തിയത് ചെങ്കുത്തായ മലയുടെയും നിബിഡമായ വനത്തിൻ്റെയും അരികിലായിരുന്നു. ഈ മലയും കാടും താണ്ടിയാൽ മാത്രമേ മൈസൂരിലേക്ക് കടക്കാൻ സാധിക്കൂ എന്നവർ മനസ്സിലാക്കി. അതിനായി പലരെയും സമീപിച്ച വെള്ളക്കാരുടെ അന്വേഷണം ചെന്നെത്തിയത് കാട്ടിലെ കായ്ക്കനികളും തേനും ശേഖരിക്കാനും വളർത്തുമൃഗങ്ങളെ മേയ്ക്കാനും മറ്റും കാടുമായി ബന്ധമുള്ള പണിയ ഗോത്രമൂപ്പനായ കരിന്തണ്ടൻ്റെ അടുത്താണ്. അമ്പും വില്ലുമായി കാട്ടുമൃഗങ്ങളെ വേട്ടയാടിയും കാട്ടരുവികളിൽ നീരാടിയും കായ്ക്കനികളും തേനും ആഹാരമാക്കിയ ഗന്ധം കൊണ്ട് കാട്ടുമൃഗങ്ങളുടെ സാമീപ്യം പോലും തിരിച്ചറിയാൻ സാധിക്കുന്ന കരിന്തണ്ടനോട് വെള്ളക്കാരുടെ ആവശ്യം അറിയിച്ചു. അതിനായി മോഹന വാഗ്ദാനങ്ങൾ നൽകി കരിന്തണ്ടൻ്റെ ആവശ്യവും ആസക്തിയും മനസ്സിലാക്കി അവർ മദ്യവും പുകയിലയും കൊടുത്ത് വശീകരിച്ച് കാര്യം സാധിച്ചെടുത്തു. അടിവാരത്ത് നിന്നും തുടങ്ങി ലക്കിടി വരെയുള്ള ചുരം പാതയ്ക്ക് വേണ്ടി മുന്നിൽ നടന്ന് കരിന്തണ്ടൻ വഴി കാട്ടിക്കൊടുത്തു. സ്വന്തം ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് അധിനിവേശ ശക്തികൾ കരിന്തണ്ടനെ ഇരുട്ടിൻ്റെ മറവിൽ ചതിപ്രയോഗത്തിലൂടെ വെടിവെച്ചു വീഴ്ത്തി. അതിനുശേഷം ആ വഴി വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടൽ സ്ഥിരം കാഴ്ചയായി മാറി. വാഹനങ്ങളുടെ
കാര്യക്ഷമത കുറവ് കൊണ്ടോ ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലമോ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണത്താലോ എന്നറിയില്ല. ഇതെല്ലാം ചെയ്യുന്നത് കരിംതണ്ടൻ്റെ പ്രേതമാണെന്നും മോക്ഷം കിട്ടാതെ അലയുന്ന ആത്മാവിനെ ഏറെ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന സിദ്ധൻ പൂജാതി കർമ്മങ്ങളിലൂടെ ആവാഹിച്ച് ചങ്ങലയിൽ ബന്ധിച്ച് മരത്തിൽ തളച്ചിട്ടു എന്നൊക്കെയാണ് ഐതിഹ്യം. ചരിത്രത്തിൻ്റെ താളുകളിൽ രചിക്കപ്പെടാത്ത ഈ കഥ വാമൊഴിയായി പ്രചരിച്ചതാണ്. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് കരിംതണ്ടൻ്റെ ഓർമ്മദിനം ആഘോഷിച്ചു പോരുന്നത്. സ്മൃതി മണ്ഡപത്തിൽ കരിംതണ്ടന് കൂട്ടായി മുനീശ്വരനെയും കുട്ടിച്ചാത്തനെയും ഇവിടെ കുടിയിരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ 3 ഓപ്ഷൻ തരും. അതായത് ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതുപോലെ നല്ല വീഡിയോസുമായി പിന്നെയും കാണാം. ബൈ.